നമസ്കാരം. ഈ പോലീസിനെ കൊണ്ട് സഹിക്കവയ്യ. ഒന്ന് പുറത്തിറങ്ങാൻ പോലും, അതായത് അവരുടെ കണ്ണ് വെട്ടിച്ച് അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ പെടാതെ ഒന്ന് പുറത്തിറങ്ങാൻ പോലും, വീടിന് പുറത്തിറങ്ങാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നില്ല. ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടം സ്വന്തം വീടായ അടൂരിലെത്തിയത്. അടൂരിലിങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് വീടിന് മുറ്റം പോലീസ് കാവലാണ്, ചുറ്റും പോലീസ് നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് പോലീസിൻ്റെ കണ്ണിൽപ്പെടാതെ അവിടെ ഇരുന്ന സ്കൂട്ടറും എടുത്ത് രാഹുൽ മാങ്കൂട്ടം സ്പീഡിൽ ഇട റോഡിലൂടെ ഓടിച്ചുപോയി. ഉടൻ തന്നെ പോലീസ് അതിൻ്റെ പുറകെ ഓടി. അതൊരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ രാഹുലും തിരിച്ചെത്തി, പുറകെ പോലീസും തിരിച്ചെത്തി. എവിടെ പോയാന്ന് മാധ്യമക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് അമ്പലത്തിൽ പോയാണെന്ന്. അപ്പോൾ സ്വസ്ഥമായിട്ട് അമ്പലത്തിൽ പോകാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. ഈ പോലീസിൻ്റെ ഒരു പണിയെ, എന്തിനാ ഇങ്ങനെ ഒരു മനുഷ്യനെ ഇങ്ങനെ കാവലിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കുന്നത്? ഒരിക്കലും അത് പാടില്ല. കേസും വഴക്കുമൊക്കെ ഉണ്ടെങ്കിൽ കോടതി കിടക്കുകയല്ലേ, അത് കോടതി തീരുമാനിക്കട്ടെ. എന്തിനിങ്ങനെ ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുന്നു? അയാൾക്കൊന്ന് ഒന്ന് ഒന്ന് മുള്ളാൻ പോലും, ഒന്ന് സ്വസ്ഥമായി പുറത്തിറങ്ങി ഒന്ന് മുള്ളാൻ പോലും പറ്റാത്ത അവസ്ഥ. നാണക്കേട് അല്ലേ? ഏതായാലും രാഹുൽ പറയുന്നത് ഈ ദിവസം തന്നെ, അടുത്ത ദിവസം തന്നെ പാലക്കാട്ടേക്ക് പോകും. അവിടെ പരിപാടികളിൽ സജീവമാകും. കേസും വഴക്കുമൊക്കെ കോടതിയിലുണ്ട്, അത് കോടതിയിൽ നടക്കട്ടെ. രണ്ടാമത്തെ പരാതിയിൽ മുൻകൂർ ജാമ്യം കിട്ടിയത് എല്ലാ തിങ്കളാഴ്ചയും പോലീസിന് മുന്നിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്നാണ്. അപ്പോൾ അത് നടത്തി കഴിഞ്ഞാൽ പുള്ളിക്ക് സ്വതന്ത്രമായിട്ട് നടക്കാം. പുള്ളിയെ ആരും ഒന്നും ചെയ്യില്ല. പക്ഷെ പോലീസാണ് ഇപ്പം പുള്ളിക്ക് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അത് അത്ര ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു താരമാണ്. അത് അങ്ങനെ താരമാക്കിയത് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ സർക്കാരുമാണ്. അതിൻ്റെ പഴയ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായാലും അയാളെ സ്വതന്ത്രമായിട്ട് വിടും. അയാളെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് കോടതി പോലും പറഞ്ഞിരിക്കുന്നത്. പിന്നെന്തിനാണ് അയാളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? അയാൾ പിടികിട്ടാപ്പുള്ളിയൊന്നും അല്ലല്ലോ. പിടികിട്ടാപ്പുള്ളിയാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അതുപോലും ചെയ്യാനാകാത്ത രീതിയിൽ പോലും കോടതി ഇടപെട്ടിരിക്കുക, അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. അയാൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാം. അയാളുടെ സ്വാതന്ത്ര്യത്തിന് അയാളെ അയാളുടെ സ്വാതന്ത്ര്യത്തിന് വിടും. അതല്ലേ നല്ലത്?